ഹായ്, ഇന്ന് നമുക്കൊരു കന്നഡ ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. അത്യാവശ്യം ഒരു കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്ന് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രം ഞാൻ കണ്ടത് ജിയോ സിനിമാസ് വഴിയാണ്. ഏതും ഒരു മലയാള പരിഭാഷ പേജിലും ഈ ഒരു സിനിമ പരിഭാഷ ചെയ്തതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ജിയോ സിനിമാസിൽ തികച്ചും ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേര് എന്നുള്ളത് ജെന്റിൽമാൻ എന്നുള്ളതാണ്. ഈ ജെന്റിൽമാൻ എന്നൊക്കെ എവിടെയെങ്കിലും സെർച്ചൊക്കെ ചെയ്യുകയാണെങ്കിലും ജെന്റിൽമാൻ കന്നഡ മൂവി 2020 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നാനിയുടെ ഒരു ജെന്റിൽമാൻ ഉണ്ട്, അതുപോലെ തന്നെ ഹോളിവുഡിലൊരു ദ ജെന്റിൽമാൻ ഉണ്ട്. അങ്ങനെ കുറേ ജെന്റിൽമാൻ സിനിമകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2020 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കന്നഡ ത്രില്ലർ സിനിമയാണ് ഈ ജെന്റിൽമാൻ എന്നുള്ളത്. സിനിമയുടെ ഒരു കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഭരത് കുമാർ എന്ന് പറയുന്ന നമ്മുടെ കഥാനായകൻ ഒരു ആളെ കണ്ട ഒരു ഗുണ്ടയൊക്കെയാണെന്ന് തോന്നും. എന്തായാലും ആ ഒരാളെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പിടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആളെ കയ്യിലൊക്കെ കിട്ടിയ പാടെ തന്നെ നമ്മുടെ ആശാൻ മയങ്ങി വീഴുകയും ചെയ്യണം. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും സ്പോയിലർ അല്ല കേട്ടോ. തുടക്കത്തിൽ തന്നെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് നമ്മുടെ കഥാനായകന് ഒരു ഡിസീസ് ഉണ്ട്. അതായത് അതിന് പറയുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം എന്നാണ്. അതുകൊണ്ട് എന്താണ് പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 18 മണിക്കൂർ നമ്മുടെ കഥാനായകന് നിർബന്ധമായിട്ട് ഉറങ്ങിയേ പറ്റുള്ളൂ. ആകെ കൂടി അദ്ദേഹത്തിന് കിട്ടുന്ന, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കാൻ കിട്ടുന്ന ഒരു ടൈം അവർ എന്നുള്ളത് 6 മണിക്കൂർ മാത്രമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 9 അല്ല 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അദ്ദേഹം ഓട്ടോമാറ്റിക്കലി മയങ്ങി വീഴും. ശേഷം അദ്ദേഹം കണ്ണു തുറക്കുന്ന ഒരു 4 മണി, വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് മയങ്ങി വീണത്. ഇനിയുള്ള ചോദ്യം ഇതാണല്ലോ, നമ്മുടെ കഥാനായകൻ ആരാണ്, എന്തിനു വേണ്ടിയാണ് ഈ ഗുണ്ടയെ തുരത്തിക്കൊണ്ടിരുന്നതെന്നൊക്കെ. അപ്പോൾ അതെന്താണെന്നൊക്കെ പിന്നീട് കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയെപ്പറ്റി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇതൊരു എൻ്റർടൈനർ ഫിലിമാണ്. സോ അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകൻ, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകന് അവൻ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള അത്യാവശ്യം ചേരുവകളെല്ലാം തന്നെ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്ഷൻസ്, അതുപോലെ തന്നെ റൊമാൻസ്, ചെറിയ രീതിയിലുള്ള ഹ്യൂമർ, പിന്നെ സിനിമയുടെ ഒരു ടോട്ടാലിറ്റിക്കുള്ളിൽ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് പരിസരം, പിന്നെ ക്ലൈമാക്സോടൊക്കെ അടുക്കുമ്പോഴത്തേക്കും ടേൺസ്, ട്വിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് സിനിമയുടെ കഥയും തിരക്കഥയും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ ഓഡിയൻസിനൊക്കെ തന്നെ അത്യാവശ്യം സിനിമ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അവരെ അത്യാവശ്യം കയ്യിലെടുക്കും ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ പെർഫോമൻസ് വൈസിലും അത്യാവശ്യം കിടിലൻ പ്രകടനങ്ങൾ കിട്ടുന്ന ഒരു ചിത്രം തന്നെയാണ് ജെന്റിൽമാൻ എന്ന് പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന പ്രജ്വാൾ ദേവരാജ് എന്ന് പറയുന്ന ആക്ടറാണ്. പുള്ളിയുടെ പ്രകടനം എടുത്തു പറയണം കേട്ടോ. കാരണം അദ്ദേഹത്തിന് ഒരുപാട് വേരിയേഷൻസിലുള്ള ഇമോഷൻസും അല്ലെങ്കിൽ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളൊക്കെ എത്തേണ്ട ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു ഏറ്റെടുത്ത കഥാപാത്രത്തെ ഡീസൻ്റ് ആയിട്ട് തന്നെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൺവീൻസിങ് ആകുന്ന രീതിയിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനുള്ള കുറേ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ടത്, നമ്മുടെ നായകൻ്റെ സഹോദരൻ്റെ മകളായിട്ടൊരു കൊച്ചു കുട്ടി എത്തുന്നുണ്ട്. ആരാധ്യ എൻ ചന്ദ്രു എന്ന് പറയുന്ന ഒരു കൊച്ചു ആർട്ടിസ്റ്റാണ്. എനിക്കൊന്നൊരു 6, 7, 8 അത്ര വയസ്സോ ഒക്കെ ഉള്ളു കുഞ്ഞൊരു കൊച്ച്. ആ കൊച്ചിൻ്റെ പ്രകടനം എന്നുള്ളത് വളരെ നീറ്റായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് ചില സിനിമകളിലൊക്കെ നമുക്ക് ഈ പിള്ളേരുടെ പ്രകടനമൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിട്ട് കുറേ ക്രിഞ്ചൊക്കെ അടുപ്പിച്ചാണ് കുട്ടികളൊക്കെ. അങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ല, ഞാൻ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എപ്പോഴും കാണാറ്. അപ്പോൾ ഈ ഒരു പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നി കേട്ടോ. അത് അത്യാവശ്യം കുട്ടിത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ആ ഒരു കുട്ടി, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പ്രകടനം കാഴ്ചവെക്കുന്ന പോലെയാണ് ആ ഒരു കുട്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു വലുതൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു നടിയൊക്കെ ആയിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ നിഷ്വിക നായിഡു എന്ന് പറയുന്ന ആക്ട്രസ്സാണ് നായികയായിട്ട് എത്തുന്നത്. പുള്ളിക്കാരത്തിൻ്റെ പ്രകടനവും കൊള്ളായിരുന്നു. കൂടാതെ സഞ്ചാരി വിജയ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ഇൻസ്പെക്ടർ ക്യാരക്ടറായിട്ട് എത്തുന്നുണ്ട്. പുള്ളിയുടെ പ്രകടനം തരക്കേടില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് മികച്ച പ്രകടനങ്ങളുള്ള സിനിമയാണെന്ന് പറയാൻ സാധിക്കും. പിന്നെ ടെക്നിക്കലി നോക്കിക്കാണുമ്പോഴത്തേക്കും അങ്ങേയറ്റം മാരകമായിരുന്നു, ബ്രഹ്മാണ്ഡമായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള സിനിമാറ്റോഗ്രഫി കാഴ്ച, പിന്നെ മ്യൂസിക്, ഗാനങ്ങളൊക്കെ കേൾക്കാൻ കൊള്ളാമായിരുന്നു. അതിൽ BGMs ഒക്കെ ആണെങ്കിലും ആക്ഷൻ സീക്വൻസിലൊക്കെ കൊടുക്കുന്ന BGM ഒക്കെ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ ഈ BGM ഒക്കെ പലയിടങ്ങളിലും കേട്ട് പോകുമ്പോൾ ഏതൊക്കെയോ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ BGM എന്നൊക്കെ ഒരു തോന്നൽ വരും, സ്വാഭാവികം. എങ്കിൽ കൂടിയും BGMs ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഛായാഗ്രഹണം ഒക്കെ ഉള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്ഥിരം കാണുന്ന രീതിയിലുള്ള ഒരു ഡാർക്ക് മൂഡിലുള്ള ത്രില്ലർ സിനിമ വേണ്ട. ഓക്കെ, മറിച്ച് എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടിരുന്ന് കുറച്ച് ആക്ഷൻസ്, അല്ലെങ്കിൽ കുറച്ച് റൊമാൻസ്, അതിനുള്ളിൽ കുറച്ച് സസ്പെൻസ് എലമെൻറ്റ്സ്, അങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കാണുന്ന രീതിയിലുള്ള എന്തെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും.
സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ലോകോത്തര സിനിമകൾ അല്ലെങ്കിൽ ഡെയിലി സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് നിങ്ങളെങ്കിൽ ഇതിൽ വരുന്ന ചില ടേൺസ്, എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെയുള്ള ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ ഈ ട്വിസ്റ്റോ അല്ല ടേണൊക്കെ വരുമ്പോഴത്തേക്കും എനിക്കിത് അറിയായിരുന്നു, ഇത് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും. കാരണം നമ്മൾ ഇതിനു മുമ്പും പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ള രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ കുറേ ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല. എന്നാൽ കൂടി ഒന്ന് കണ്ടിരിക്കാം. ഓക്കെ, ഒരു എൻ്റർടൈനർ സിനിമ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഷിപ്പില്ലാതെ 2 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കും. ആ കൂടി ഈ ആക്ഷൻസിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെട്ടും കുത്തും കൊല അങ്ങനെയൊക്കെ പരിപാടിയുള്ളൂ. വേറെ അഡൽ കണ്ടന്റ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു മാക്സിമം ഒരു 7 out of 10 ആണ് കൊടുക്കുന്നത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റ.